ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വ ക്ഷമയുടെ പുതിയ എപ്പിസോഡില് രാധിക ഇങ്ങനെ അകത്ത് പോവാൻ നിൽക്കുമ്പോണ്ടാവും മുത്തശ്ശി നിലവിളക്കുമായിട്ട് വരുന്നേ. പെട്ടെന്ന് മുത്തശ്ശിയെ കാണുമ്പോ രാധിക ഭയന്ന് നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോയി നിൽക്കുകയാണേ. അപ്പോഴേക്കും മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങി വന്ന് തുളസിത്തറയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ നിൽക്കുന്നത് കാണുമ്പോ രാധിക വിചാരിക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് പ്രിയങ്കയെ കാണണം, ക്ഷേത്രത്തിലെ പ്രസാദം കൊടുക്കാനുണ്ടെന്ന് പറയാം. മുത്തശ്ശി അപ്പോ പ്രിയയെ പുറത്തേക്ക് വിളിച്ചിട്ട് ഇവിടെ വെച്ചെങ്ങാനും കൊടുക്കാം, അതാ നല്ലത്. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. മുത്തശ്ശി ഈ സമയം വിളക്ക് കത്തിക്കാണ്. രാധിക അടുത്തിങ്ങനെ ചെന്ന് നിൽക്കും. മുത്തശ്ശിയെ വെയിറ്റ് ചെയ്തോണ്ട് മുത്തശ്ശിന്ന് വിളിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയും, കുട്ടി ഈ നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കൂ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. മുത്തശ്ശി അപ്പോഴും നോക്കുന്നില്ല. രാധിക നീട്ടി നിൽക്കുക. മുത്തശ്ശി പറയും, വാങ്ങിച്ചോളൂ. രാധികയോട് തന്നെ പറഞ്ഞതാണെന്ന് കരുതി അത് വാങ്ങിക്കാണ്. അങ്ങനെ രാധിക അതുമായിട്ട് അകത്തേക്ക് പോവാണ്. മുത്തശ്ശി അവിടുന്ന് പ്രാർത്ഥിക്കാണ്, കാരണവന്മാരെ എന്റെ കുട്ടി പുതിയ ജീവിതം തുടങ്ങാം, അവനെയും അവന്റെ പെണ്ണിനെയും കാത്തോളനെ ഭഗവാനെ. ഇത് സമയം രാധിക അകത്തേക്ക് കയറാൻ ഇങ്ങനെ നിക്കാണ്. എന്നാലും ഒരു ഭയമുണ്ട്. പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോണ്ടാവും രാധികയും വരുണും കൂടെ മണവാളനും മണവാട്ടിയും ആയിട്ട് വരുന്നത്. അവർ മാത്രമല്ല, കൂടെ എല്ലാവരും ഉണ്ട്, കുടുംബക്കാരൊക്കെ. ആ ഒരു കാഴ്ച ഇങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോ വല്ലാത്തൊരു സന്തോഷം. അങ്ങനെയാണല്ലോ ഇപ്പൊ വരേണ്ടിയിരുന്നത്. അങ്ങനെ അവിടെ വന്നു നിന്നതും അമ്മയും മുത്തശ്ശിയും നിലവിളക്കും ആരതിയായി വന്നതും ആരതി ഒഴിഞ്ഞതിനു ശേഷം ആ നിലവിളക്ക് രാധികയുടെ കയ്യിലേക്ക് കൊടുത്തതും രാധികയും വരുണും എല്ലാരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നതും രാധിക വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുന്നതുമായിട്ടൊക്കെ ഇങ്ങനെ രാധിക ഇപ്പൊ അവിടെ നിന്ന് ഒന്ന് സ്വപ്നം കാണാണേ. പെട്ടെന്നായിരിക്കും ഇപ്പൊ താൻ ഒറ്റയ്ക്കാണെന്ന് ആലോചിക്കുന്നത്. അതിനുശേഷം രാധിക വലതുകാലം വെച്ച് തന്നെ കണിമംഗലത്തിന്റെ മരുമകളായിട്ട് തന്നെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ വിളക്കുമായിട്ട് നേരെ ഹാളിലേക്കാ വരുന്നത്. അവിടെയാണെങ്കിൽ എല്ലാരും ഉണ്ട്. അല്ല, ആരാ ഇത്? മോള് എപ്പോ വന്നു? അമ്മ മോളുടെ അടുത്താണോ ദീപം തന്നയച്ചത്? അത് നന്നായി. അപ്പോഴേക്കും പ്രിയ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൽപ്പനയ്ക്കും ഇതെന്താ ഈ സമയത്തൊരു വരവ്? ഈ സമയം പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആള് വരുന്ന വിശേഷാൽ ചടങ്ങ് വല്ലതും ഉണ്ടോ? ഋഷി പറയും, ഉണ്ടാകും. കതിർമണ്ഡപത്തിലെ മുഖം മൂടുന്ന ചടങ്ങൊക്കെ നടത്തിയ ടീംസ് അല്ലേ. വരുണിന്റെ അമ്മ പറയും, ഒന്നും മിണ്ടാതിരിക്കേ, ഈ കുട്ടി എന്തിനാ വന്നതെന്ന് ചോദിക്കട്ടെ. രാധിക പറയും, അത് പിന്നെ അമ്പലത്തിലെ പ്രിയയുടെയും വരുണിന്റെയും പേരില് പ്രത്യേക പൂജയുണ്ടായിരുന്നു, അതിന്റെ പ്രസാദം പ്രിയക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ അത് കേൾക്കുന്ന അമ്മ പറയും, കേട്ടല്ലോ, ഇത്തരം നല്ലൊരു കാര്യത്തിന് വന്ന കുട്ടിയെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിച്ചത്. അങ്ങനെ രാധിക പ്രിയയുടെ കൈ പിടിച്ച് വന്നേ എന്ന് പറഞ്ഞ് അവിടുന്ന് മാറ്റി നിർത്തുക. അങ്ങനെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് എല്ലാരും കേൾക്കുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് പ്രിയോട് പറയുന്നത്, ദാ പ്രസാദത്തിനടിയിൽ തലയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അവര് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അങ്ങനെ പ്രിയ അത് വാങ്ങിച്ചിട്ട് പറയും, ശരി വേഗം പൊക്കോ. അങ്ങനെ രാധിക അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും കല്യാണത്തിന് വന്ന ചില ആൾക്കാർ അവിടെ ഉണ്ട്. ഇതേതാ ഈ കുട്ടി? കൽപ്പന പറയും, പ്രിയങ്കയുടെ അച്ഛനെ ഏതോ വഴിവക്കിൽ നിന്ന് കിട്ടിയതാണെന്ന്, മകളെ പോലെയാ വളർത്തുന്നത്. അങ്ങനെ പറയുമ്പോ അവര് പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അങ്ങനെ രാധിക അമ്മയോട് പറയും, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അമ്മ പറയും, നിക്കുമോളെ, വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയാലോ. പ്രിയങ്ക മോളുടെ താലിപൂജ നടക്കാൻ പോവാ, അത് കണ്ടിട്ട് പോവാം. രാധിക പ്രിയനെ നോക്കുമ്പോ പ്രിയ പറയും, നിക്കണ്ട പൊക്കോ എന്നിങ്ങനെ തലയാട്ട. രാധിക പറയും, അല്ല പെട്ടെന്ന് പോണം, അച്ഛൻ അമ്പലത്തിൽ തന്നെ നിൽക്ക. അമ്മ പറയും, ആയിക്കോട്ടെ, മറ്റുള്ളവരുടെ നാവെന്ന് വരുന്നൊന്നും കാര്യാക്കണ്ടാട്ടോ എന്ന് കൽപ്പനനെയും ഉർവശിനെയും നോക്കിക്കൊണ്ട് പറയാ. പ്രിയങ്കമോൾ ഇവിടുത്തെ കുട്ടിയാണെങ്കിൽ ഇനി മുതൽ നീയും ഇവിടുത്തെ കുട്ടിയാ, പോയിട്ട് വാ. അങ്ങനെ രാധിക അവിടെ നിന്ന് പോവാണ്. പ്രിയക്ക് എപ്പോഴാ ആശ്വാസം വന്നത്. രാധിക പോയി കഴിയുമ്പോഴാ പത്മിനി എന്ന് വിളിച്ച് മുത്തശ്ശി വരുന്നത്. ചടങ്ങ് തുടങ്ങാറായില്ലേ, തുടങ്ങാമേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പത്മിനിയും അതുപോലെ പ്രിയനെയും കൂട്ടി അവിടുന്ന് പോവാ. സങ്കടത്തിൽ കരഞ്ഞോണ്ടാ രാധിക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോണ്ടാവും നേരെ മുമ്പിൽ വരുണിന്റെ കണ്ണിപ്പോ ഒന്ന് ചെറുതായിട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. രാധികയുടെ അടുത്തേക്ക് ചെല്ലാണ്. രാധിക പേടിച്ചു നിൽക്കുക. അങ്ങനെ രാധിക അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങുമ്പോ വരുൺ പറയും, പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് രാധികനെ പിടിച്ചു വെക്കുക. നിക്ക്, ഒറ്റയ്ക്ക് ഇപ്പോഴെങ്കിലും കാണാൻ പറ്റിയല്ലോ. എത്ര നേരായിട്ട് ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ, എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വാ വാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുമ്പോ രാധിക കൈ കൊടുക്കുന്നില്ല. എങ്കിലും വരുൺ പിടിച്ചു വലിക്കുക. വാടോ. രാധിക ആകെ പേടിച്ചിരിക്കുന്നാണുമ്പോ വരുൺ ചോദിക്കും, താനെന്തിനാടോ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇനി ആരെങ്കിലും കാണുന്നുള്ള പേടിയൊന്നും വേണ്ട, നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ. അപ്പോഴും രാധിക വിട് എന്ന് പറഞ്ഞ് കൈ വലിക്കാൻ ശ്രമിക്കുമ്പോഴും വരുൺ പിടിവിടുന്നില്ല. വാടോ. വരുണാണെങ്കിൽ കണ്ണ് പൂർണ്ണമായിട്ട് കാഴ്ച ശരിയായിട്ടില്ല. എടോ വാടോ, നമുക്ക് തോട്ടത്തിൽ കയറി നിൽക്കാം, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ചെന്ന് കുറച്ചു നേരം ഒന്നിരിക്കാം. എടോ, കാറ്റൊക്കെ കൊണ്ട് നമുക്ക് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാം. അപ്പോഴും രാധിക വിട് എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുമ്പോ വാടോ എന്ന് പറഞ്ഞ് വരുൺ അങ്ങ് നടക്കാൻ തുടങ്ങാ. ഈ സമയം രാധിക കൈവിട്ട് ഓടിപ്പോവാ. പ്രിയങ്ക എങ്ങോട്ടാ പോയി കളഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് വിളിക്കാ. എന്നാ രാധിക വേഗം ഓടി പുറത്തേക്ക് വന്ന് സങ്കടത്തോടു കൂടി ആ ഗേറ്റിന്റെ അവിടെ നിന്ന് മാറിക്കരയാണ്. വരുണാണെങ്കിൽ കാഴ്ച ശരിയായിട്ടില്ലല്ലോ. വരുൺ വിചാരിക്കും,
ഇതെന്താ ഇങ്ങനെ? ചിലപ്പോ അമ്മയോ മുത്തശ്ശിയോ കണ്ടാലോ എന്ന് വിചാരിച്ച് പേടിച്ചോടി കളഞ്ഞതായിരിക്കും. ഈ നാണം ഞാനൊന്ന് മാറ്റുന്നുണ്ട് എന്നിങ്ങനെ വരുൺ മനസ്സിൽ വിചാരിക്ക. രാധികയാണെങ്കില് ചങ്ക് കീറി മുറിക്കുന്ന വേദനയിലാ അവിടുന്ന് പോകുന്നത്. കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി അവിടുന്ന് ഇറങ്ങാ. ഇതേസമയം പൂജാ റൂമില് താലി പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവാ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥന തുടങ്ങുക. പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം മുത്തശ്ശി പത്മിനി അമ്മയ്ക്ക് കുങ്കുമം എടുത്തു കൊടുക്കുക. അങ്ങനെ അത് വാങ്ങിച്ച് പ്രിയയുടെ താലിയിൽ ഇട്ടു കൊടുക്കണേ. ഈ സമയം പ്രിയ മറ്റൊരു കാര്യം ആലോചിക്കുക. അതായത് രാധിക പോയി കഴിഞ്ഞാല് മുത്തശ്ശി അമ്മയും കാണാതെ പ്രിയ മാറി നിന്ന് പ്രസാദത്തിന്റെ അടിയിലുണ്ടായിരുന്ന ആ താലി എടുത്ത് അങ്ങോട്ടാരും വരുന്നില്ലല്ലോ എന്നൊക്കെ നോക്കിയതിനു ശേഷം മുത്തശ്ശി കൊടുത്തയച്ച ആ താലി ചരടിലിടുവാണ്. ഇതൊക്കെ ഈ നിമിഷം പ്രിയ അവിടെ നിന്ന് ആലോചിക്കുക. ഇതേ സമയം രാധിക ഓട്ടോയിൽ പോവാണ് വീട്ടിലേക്ക്. ഭഗവാനെ, വരുൺ അടുത്തേക്ക് വരുമ്പോ എനിക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അനുജത്തിയുടെ ഭർത്താവല്ലേ, അങ്ങനെയല്ലേ ഞാൻ കാണേണ്ടത്? ഇനി വരുണിനെ കുറിച്ച് ഒരു ചിന്തയും എനിക്ക് വരാൻ പാടില്ല. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് ആ മനോബലം ഞാൻ നേടിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം ആ റോഡ് സൈഡിലായിരിക്കും നമ്മുടെ ഐശ്വര്യ നിൽക്കുന്നത്. ഐശ്വര്യ കാർ നിർത്തി മുഖം കഴുകുകയോ മറ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോണ്ടാവും ഓട്ടോയില് രാധിക പോകുന്നേ. രാധികയെ കാണുന്നതും ഐശ്വര്യ വിചാരിക്കും, ശ്യാമയല്ലേ ഇത്? ശ്യാമ ഇതെവിടെ പോകുന്നു എന്ന് പറഞ്ഞ് വേഗം തന്നെ കാറിൽ കയറിയിട്ട് ആ ഓട്ടോനെ പിന്തുടരാണ്. അങ്ങനെ പെട്ടെന്ന് രാധികനെ പിടിക്കാൻ പറ്റുന്നില്ല. ആ ഓട്ടോനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പോവാ. അങ്ങനെ അടുത്തെത്തുമ്പോ രാധികനെ കാണുമ്പോ ഐശ്വര്യ അങ്ങ് ഞെട്ടും. മൈ ഗോഡ്, ശ്യാമയുടെ അതേ രൂപമുള്ള ആൾ ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ആ ഓട്ടോനെ തന്നെ പിന്തുടർന്നു പോവാ. എന്നാ ഒരു സ്ഥലത്തെത്തുമ്പോ മറ്റൊരു വണ്ടി ആ ഓട്ടോയുടെ പിന്നാലെ കയറും. അത് കാരണം രാധികേനെ പിന്തുടരാൻ ഐശ്വര്യക്ക് കഴിയുന്നില്ല. ഐശ്വര്യ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചങ്ങ് ദൂരെ എത്തുമ്പോ ഓട്ടോ കാണുന്നില്ല. അങ്ങനെ ഐശ്വര്യ വണ്ടി സൈഡിലേക്ക് നിർത്തും. സംശയമില്ല, ശ്യാമയുടെ അതേ രൂപം. അപ്പൊ ശ്യാമ ഈ നാട്ടിൽ തന്നെ നിന്നത് വെറുതെ അല്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതിനു ശേഷം ദേഷ്യത്തോടു കൂടി കാറിൽ കയറി പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. പ്രിയ ഇങ്ങനെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. റൂമിലേക്ക് എത്താണ് പ്രിയ. ഇതൊക്കെ ഇത്രയും വലിയൊരു വീട്ടിലെത്തിയ അത്രയും സന്തോഷം തന്നെ പ്രിയയുടെ മുഖത്തുണ്ട്. ഈ സമയം ബിജു വരുണിനെ കൂട്ടി വരികയാണ്. വാ. അങ്ങനെ പ്രിയ തിരിഞ്ഞു നിൽക്കുന്നതാ കാണുന്നത്. ബിജു പറയും, ദാ തിരിഞ്ഞു നിൽക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിന്നെ പ്രതീക്ഷിച്ചിട്ടാവും, ചെല്ല് എന്ന് പറഞ്ഞതിന് ശേഷം ബൈജു പോകാൻ തുടങ്ങുമ്പോ വരുൺ പറയും നിക്ക്. അപ്പോ പ്രിയ അങ്ങ് തിരിയണേ. അതേസമയം ബിജുയ്ക്കും, ഞാനെന്തിനാ നിങ്ങൾക്കിടയിൽ നിൽക്കുന്നേ? കൈ പിടിച്ചപ്പോ ഓടിപ്പോയെന്നല്ലായിരുന്നോ പരാതി? അതങ്ങ് തീരട്ടെ, ചെല്ലങ്ങോട്ട്. അപ്പോഴും വരുണ് കണ്ണിന്റെ ആ ഒരു വിഷ്വൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഒരു മങ്ങലുണ്ട്. പ്രിയ എങ്ങനെ ചിരിക്കുന്നുണ്ട്. വരുണും ആളെ മനസ്സിലായിട്ടില്ല. ചിരിച്ചോണ്ട് തന്നെയാ നിൽക്കുന്നത്. ബൈജു പറയും, അതെ നിങ്ങൾ രണ്ടാളും കുറച്ചു സമയം കൂടെ ഇവിടെ നിൽക്ക്, ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. പ്രിയ അപ്പം എന്ന് മൂളുന്നു മാത്രമേ ഉള്ളൂ. വരുണിനെ ബൈജു അകത്തേക്ക് തള്ളിവിടുക. അകത്തല്ല കേട്ടോ, രണ്ടുപേരും ഇപ്പോ ബാൽക്കണിയിലാ നിൽക്കുന്നത്. അങ്ങനെ പ്രിയക്ക് നല്ല പേടിയുണ്ട്. വരുൺ ചോദിക്കും, അല്ല എങ്ങനെയാ ആ കുട്ടത്തുനിന്ന് മാറിയത്? എടോ, അമ്മയും മുത്തശ്ശി ഇയാളെ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് ഇയാളെ കാണാൻ കിട്ടിയിട്ട് തന്നെ ഇല്ല. അല്ല ഈ വീടൊക്കെ ഇഷ്ടായോ? അപ്പൊ പ്രിയ എന്നും മൂളിക്കൊണ്ട് മാത്രമേ സംസാരിക്കണുള്ളൂ. അങ്ങനെ വരുൺ പതിയെ പ്രിയയുടെ കൈ പിടിക്കുകയാണ്. കൈക്ക് വേണ്ടി ഇങ്ങനെ കൈ നീട്ടുമ്പോ പ്രിയ കൈ കൊടുക്കും. എന്നാ പ്രിയയുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരുണിന് അത് രാധികയുടെ കയ്യിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാ പ്രിയ ആണെങ്കിൽ കൈ പിടിച്ചു കാണുമ്പോ ഭയങ്കര സന്തോഷത്തിലാ. അങ്ങനെ വരുൺ കൈ വീണ്ടും വീണ്ടും ഇങ്ങനെ തൊട്ടു നോക്കിട്ട് വയ്ക്കും. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നേക്കുമ്പോ പ്രിയങ്ക അങ്ങ് ഞെട്ടാണേ. അങ്ങനെ വരുണും ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്